ഡോക്ടർ കെ ജി താര, ആദ്യ മണിക്കൂറുകളിലെ അനാസ്ഥയെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി മുന്നോട്ടേക്ക് എന്ത് എന്നുള്ളതാണല്ലോ പ്രത്യാശ വരുന്നത് നോക്കേണ്ടത്. ഇപ്പോഴും ആ രഞ്ജിത്ത് അവിടെ പറയുന്നത് ഈ സമയം അത്രയും ആ രക്ഷാദൗത്യം ശരിയായ ദിശയിലായിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ലോറി എന്ന് കരുതുന്ന ഒരു മെറ്റൽ ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് ഇന്ന് രാവിലെ 10:30 മാത്രമാണ് റഡാർ ഉപയോഗിച്ച് പരിശോധന തുടങ്ങിയത്. വൈകിട്ടാകുമ്പോഴേക്കും ഒരു പോസിറ്റീവ് സിഗ്നൽ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ആ രക്ഷാപ്രവർത്തനം ട്രാക്കിലാണ് എന്ന് കരുതാൻ കഴിയുമോ ശ്രീമതി കെ ജി താര? ഇപ്പോൾ പറഞ്ഞു കേട്ട ഒരു കാര്യം, അതായത് ആ GPS ലൊക്കേഷൻ നോക്കിയിട്ട് അതിൽ കൂടി ഒരു ഷാഫ്റ്റ് അടിച്ച് നേരെ ഒരാൾ ഇറങ്ങി അത് റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തന മാർഗം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ, അല്ലാതെ മണ്ണ് മുഴുവൻ മാറ്റുക എന്ന് പറഞ്ഞിട്ട് മാറ്റുക എന്ന് വെച്ചാൽ അത് പ്രായോഗികമല്ല. ഒരുപാട് ദിവസങ്ങളിൽ, ഇനി എത്ര ദിവസം എടുത്താലും അത് നീണ്ടു പോവുകയുള്ളൂ. കാരണം എടുക്കും തോറും മണ്ണ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന രീതിയിലുള്ള ഘടനയാണ് ആ മല നോക്കുമ്പോൾ. 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കർണാടകയുടെ ഏറ്റവും കൂടുതൽ ഈ ലാൻഡ് സ്ലൈഡ്, അതായത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ് ഈ അങ്കോള എന്ന് പറയുന്ന താലൂക്ക്. അവിടെയാണ് ഈ ഷിരൂർ വില്ലേജ് എന്ന് പറയുന്നത്, ഈ ഗ്രാമപ്രദേശം. അപ്പോൾ അത് നേരത്തെ ഇത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായിട്ട് അവർ തന്നെ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ചെരിവുള്ള ഒരു പ്രദേശത്ത്, അത് മാത്രമല്ല ഈ GPR എന്ന് പറയുന്നത് ഈ അത്ര ഇഫക്റ്റീവ് ആവണം എന്നില്ല, കൃത്യതയോടുകൂടി കണ്ടുപിടിക്കാൻ സാധിക്കണം എന്നില്ല. കാരണം അതിൻ്റെ ഈ ആൻറ്റനയുടെ ഒരു ഫ്രീക്വൻസി അതിനനുസരിച്ചിരിക്കും എത്രത്തോളം താഴെ പോകാൻ പറ്റും, താഴെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ 100 MHz എന്നൊക്കെ ഉള്ള ഒരു ഫ്രീക്വൻസി ആണെങ്കിൽ കുറേ കൂടി താഴേക്ക് പോകാൻ പറ്റും, പക്ഷേ വലിയ കൃത്യത ഉണ്ടാവില്ല വിവരത്തിന്. 1000 MHz ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാകും, കൃത്യതയോടുള്ള വിവരം കിട്ടും. പക്ഷേ വളരെ ആഴം കുറഞ്ഞ പ്രദേശത്ത്, അതായത് മേൽമണ്ണിൽ നിന്ന് താഴേക്ക് വളരെ കുറച്ചേ അതിന് പോകാൻ പറ്റുള്ളൂ. ലോഹത്തിൽ കൂടി ഇതിന് കടന്ന് ചെന്ന് കാണാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ ധാരാളം വെള്ളമുണ്ടെങ്കിലോ ക്ലേ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കളിമണ്ണിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ആ ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലവണ്ണം ഈ കളിമണ്ണും വെള്ളവും കലർന്ന ഒരു ലാൻഡ് സ്ലൈഡാണ്, ഉരുൾപൊട്ടലാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ മണ്ണ് മുഴുവൻ അങ്ങനെ ചെളി കുഴഞ്ഞു കിടക്കുന്നത് പോലെ. ശരിയാണ് എന്ന് പറഞ്ഞാൽ പരിമിതികൾ ഒരുപാടെങ്കിൽ പോലും ഡോക്ടർ താര, ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് അയക്കുന്ന കത്തിൽ, എന്നാണ് മിനിഞ്ഞാന്ന് അയക്കുന്ന കത്തിൽ തന്നെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഈ മെറ്റൽ ഡിറ്റക്ടറിനെ പറ്റി അല്ല. ആ സമയത്ത് അവിടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് സൂറത്കൽ ടീമും ഈ റഡാറും വരുന്നത്. ഇന്ന് രാവിലെ 10:30-ക്കാണ്. സാങ്കേതികമായി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ 5 നാൾ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങേയറ്റത്തെ സങ്കടകരമല്ലേ? ഇപ്പൊ എന്ത് പരിമിതികൾ പറഞ്ഞാലും ഡോക്ടർ താര. അയ്യോ, വളരെ അങ്ങേയറ്റത്തെ അല്ല, ഞാൻ താങ്കളുടെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവരം പറഞ്ഞത്. ആദ്യം പറഞ്ഞ അദ്ദേഹം ഷാഫ്റ്റ് അടിച്ച് താഴേക്ക് പോകുന്നത് തന്നെയാണ് ഉത്തമം എന്ന് പറയാൻ കാരണം ഇതാണ്. GPR കൊണ്ട് നമുക്ക് വേണ്ടത്ര ഒരു ഫലം കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ആ GPS-ൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് താഴേക്ക് ഷാഫ്റ്റ് അടിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മറ്റതിൻ്റെ പരിമിതികൾ ഞാൻ പറയാനിടയായത്. 2, എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഇതിനേക്കാളും ദുർഘടമായ ഒരു ഭൂവിഭാഗത്തിൽ ഇതിനേക്കാളും ദുർഘടമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആർമിക്കാർക്ക് ഇതിന് പ്രത്യേക പരിശീലനമുണ്ട്. ഇപ്പോൾ NDRF അവിടെ ഉണ്ട്, ദേശീയ ദുരന്ത നിവാരണ സേനയുണ്ട്, സ്റ്റേറ്റിൻ്റെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്. പക്ഷേ അവരെക്കളിപ്പോൾ ഈ സിയാച്ചിൻ മലമേഖലയിലും അല്ലെങ്കിൽ അങ്ങനെ ഉരുൾപൊട്ടലിൻ്റെ കേന്ദ്രങ്ങളായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഈ ആർമിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും അതിനകത്ത് പെട്ടുപോയ ആളുകളും അവർ സ്വയം രക്ഷപ്പെട്ടു വന്നവരും എല്ലാം ഉണ്ട്. അപ്പോൾ ആർമി ഇവിടുന്ന് എനിക്ക് തോന്നുന്ന വളരെ അടുത്താണ് ബെൽഗാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-7 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ പ്രദേശത്ത് നിന്ന് ഇവരുടെ ഈ ആർമി ബേസിൽ അവിടെ എത്തും. ഒരു ആർമിയുടെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത്തരം പ്രതിസന്ധികളെ വളരെ എളുപ്പത്തിൽ ഈ ഒരു JCB മാത്രം വെച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം എടുക്കും. അതെ.
അപ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആർമി എന്തുകൊണ്ട് കേന്ദ്രവും അയച്ചിട്ടില്ല. ത്തിൻ്റെ മന്ത്രി എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹം അവിടെ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ആവശ്യമില്ല, ഇപ്പോൾ ആർമിയുടെ പ്രസൻസ്, ഒരു സാന്നിധ്യം അവിടെ ആവശ്യമില്ല എന്ന്. എന്നെ അത് വളരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കർണാടകയിലെ, അത് ചീഫ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും 8 ക്യാബിനറ്റ് മന്ത്രിമാരുമുള്ള ഒരു ഒരു സഭയുടെ ചെറിയൊരു പതിപ്പ്, അതാണ് അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ അവർക്ക് വേണ്ടത്ര ഈ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു അവഗാഹമില്ലാഞ്ഞിട്ടാണോ അതോ ഒരു മനുഷ്യജീവന്, താങ്കൾ ആ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും തോന്നിയത്. ഒരു VIP, നമ്മൾ അങ്ങനെ ഒരു പദപ്രയോഗത്തിനോട് യോജിപ്പില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രമുഖൻ്റെ മകനോ മകളോ അല്ലെങ്കിൽ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ സംവിധാനങ്ങൾ? ഇപ്പോൾ കേരളവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് പോകാതെ പറ്റില്ല. കാരണം നമ്മുടെ ദുരന്ത നിവാരണത്തിന് തീർച്ചയായിട്ടും പോരായ്മകളുണ്ട്. കാരണം നമ്മൾ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിലും അത് തടയുന്നതിലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, പരാധീനതകളുമുണ്ട്. പക്ഷേ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ സർവ്വസന്നാഹങ്ങളും എടുത്ത് നമ്മൾ ഇറങ്ങുന്നതാണ് ഇന്ന് വരെയുള്ള ചരിത്രം. ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ 2018 ശേഷം 18 തുടങ്ങി നമ്മൾ ഈ കണ്ടുവരുന്നത് മുഴുവനും സകല സന്നാഹങ്ങളും അവിടെ ഹാജരാണ്. അപ്പോൾ അവിടെ ഒരു തീർച്ചയായിട്ടും വലിയ ഗുരുതരമായ ഒരു പോരായ്മ സംഭവിക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വില ഞങ്ങളുടെ ഒരു ജീവനായിക്കൂടാ, അത് നിർബന്ധമാണ്.